ടു ബാങ്കിങ്ങിൻ്റെ സെക്കൻഡ് സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് നോക്കി. അത് തന്നെ പലതരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ നോക്കി സ്റ്റാർട്ട് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ ബേസിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സും രണ്ട് ഇൻഡസ്ട്രിയൽ ബാങ്ക്സും. ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും രണ്ട് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സും. ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൽ നമ്മൾ കുറേ ബാങ്കുകളുടെ പേര് അതിൻ്റെ ഇതൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ICICI, HDFC, IDBI എന്നൊക്കെ പറഞ്ഞ് നോക്കിയായിരുന്നു. ഇനി നമ്മൾക്ക് ഒരു ബാങ്കും കൂടി ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ കീഴിൽ നോക്കാനുണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കാണ്. ഇത് 1988 ജൂലൈ 9 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു ആക്ട്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 ആണ് ഇതിനെ ഗവേൺ ചെയ്യുന്നത്. പേര് പോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ പേര് പോലെ തന്നെ ഇത് ഹൗസിംഗ് ഫിനാൻസിന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു ബാങ്കാണ്. ഇത് റിസർവ് ബാങ്കിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്നത്. കൂടാതെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ ഒരു അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബോഡി, ഒരു മേജർ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസിംഗ് ലോൺ ആവശ്യമുള്ള ആളുകൾക്ക് ഈസിലി ലോൺസ് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതായത് ഹൗസിംഗ് ലോണിനെ പ്രൊമോട്ട് ചെയ്യുക. ഹൗസിംഗ് ലോണിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഷെഡ്യൂൾ ബാങ്ക്സിനൊക്കെ റിസോഴ്സ് കൊടുക്കും. അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ലോണൊക്കെ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് വരികയാണെങ്കിൽ ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഷെഡ്യൂൾ ബാങ്ക്സിനും ഒക്കെ ആവശ്യമാവുന്ന റിസോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ്. പ്രൊമോഷൻ ഡെവലപ്മെൻറ്റാണ് ഇതിൻ്റെ ഒരു മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോർമലി എമൗണ്ട്, അതായത് ഹൗസിംഗ് ഫിനാൻസ് കൊടുക്കാൻ വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള എമൗണ്ട്, ഒരു തുക കൊടുക്കുക അല്ലേ, അതാണ് റിസോഴ്സ് എന്ന് പറയുക. അത് ഹൗസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഷെഡ്യൂൾ ബാങ്ക്സിനും കൊടുക്കും. ആര് കൊടുക്കും? നാഷണൽ ഹൗസിംഗ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനം കൊടുക്കും. കൂടാതെ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഷെഡ്യൂൾ ബാങ്ക്സിനും റീഫിനാൻസ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതും കൂടി ഒരു ഫംഗ്ഷനാണ്. കൂടാതെ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഗ്യാരൻറ്റി കൊടുക്കും. കൂടാതെ അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസും ആര് പ്രൊവൈഡ് ചെയ്യും? നാഷണൽ ഹൗസിംഗ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. പ്രൈവറ്റ് മേഖലയിലുണ്ടാവും, പബ്ലിക് സെക്ടറിലുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഗ്യാരൻറ്റി അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കൂടി NHBയുടെ ഒരു ഫംഗ്ഷനാണ്. കൂടാതെ എക്കണോമിക്കലി സൊസൈറ്റിയിൽ ഫിനാൻഷ്യലി വീക്കറായിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടി അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ലോൺ എളുപ്പത്തിലും അധികം ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ട, അതായത് പലിശ കൺസെഷണൽ റേറ്റിലൊക്കെ കൊടുക്കുക. അതിന് വേണ്ടുന്ന സ്കീമുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക, അതിന് വേണ്ടുന്ന റിസോഴ്സസൊക്കെ മൊബിലൈസ് ചെയ്യുക എന്നുള്ളതും കൂടി NHBയുടെ ഒരു ഫംഗ്ഷനാണ്. കൂടാതെ ഹൗസിംഗ് ഏജൻസികൾക്ക്, അതായത് കൺസ്ട്രക്ഷൻ ഏജൻസികൾക്ക് ടെക്നിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. ഫിനാൻസിങ്ങിന് പുറമെ ടെക്നിക്കലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടി ആരുടെ കീഴിൽ ആർക്കുണ്ട്? NHBക്കുണ്ട്. ഇനി കൂടാതെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ആവാം, പഞ്ചായത്താവാം, അവർക്കൊക്കെ അഡ്വൈസറി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റീസിനൊക്കെ ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. ആ ഒരു ഏജൻസിയും കൂടി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു മേജർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സെക്കൻഡ് കാറ്റഗറൈസേഷനാണ് സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. അത് കഴിയുമ്പോൾ സെക്കൻഡ് കാറ്റഗറിയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. രണ്ടെണ്ണമാണുള്ളത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസും. അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SFCs, കോമൺലി നമ്മൾ പറയുന്ന SFC എന്നാണ്. അപ്പോൾ ഇത് 1951 പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഒരു ആക്ടിൻ്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത്. അതായത് ഇതിൻ്റെ ലെജിസ്ലേഷൻ മുഴുവൻ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 എന്ന് പറയുന്ന ഒരു ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ഇത് നോർമലി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെയും ഫിനാൻഷ്യലി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഈ സ്ഥാപനങ്ങൾ
എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോമൺലി സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, അതായത് അർബൻ ഏരിയ മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ അല്ലേ, റൂറൽ ഏരിയയും ഡെവലപ്ഡ് ആണ്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും സ്മോൾ സ്കെയിൽ യൂണിറ്റ്സും ഒക്കെ മേജർലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൂറൽ ഏരിയാസിലൊക്കെയാണ്. അപ്പോൾ അവിടെ ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് വരുള്ളൂ മൊത്തം കൺട്രിക്ക് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനും. കൂടാതെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക, റൂറൽ ഏരിയാസിലും അണ്ടർ ഡെവലപ്ഡ് ഏരിയാസിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുക, അത് ഒരു ഒബ്ജക്റ്റീവാണ്. കൂടാതെ ഓരോ സ്റ്റേറ്റിലും ഇൻഡസ്ട്രികളുടെ എണ്ണം, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആവട്ടെ മീഡിയം സ്കെയിൽ ആവട്ടെ SSIs ആവട്ടെ, അതിൻ്റെ ഓണർഷിപ്പ് ബേസ് കൂട്ടുക. പ്രസൻ്റ്ലി ഇന്ത്യയിൽ 18 സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ്, SIDCs നമ്മൾ പറയും. SIDCs 1970-60 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ രൂപീകരണം തുടങ്ങിയത്. ഇത് മെയിൻലി കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ്. കമ്പനീസ് ആക്ട് 1956 കീഴിൽ. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പോലെ തന്നെ ഇവിടെ മീഡിയം സ്കെയിൽ, അവിടെ സ്മോൾ സ്കെയിലായിരുന്നു, പക്ഷേ ഇവിടെ സ്മോൾ സ്കെയിലും മീഡിയം സ്കെയിലും ആയിരുന്നു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതുപോലെ തന്നെ ഇവിടെ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും. പക്ഷേ ഇവിടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇല്ല, ഇവിടെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസാണ്. അപ്പോൾ SFCയും SIDCയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SFCയിൽ സ്മോൾ ആൻഡ് മീഡിയം ആയിരുന്നു, SIDC വരുമ്പോൾ മീഡിയം ആൻഡ് ലാർജ് ആവും. അവർക്ക് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക, മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിനും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനും ലോങ് ടേം ലോൺസ് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SIDCയുടെ ഒരു ഒബ്ജക്റ്റീവ്. നമ്മൾ SFCയുടെ കാര്യം വരികയാണെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് ആണ്, അത് ഫോർ സ്മോൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇനി വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ്, അതായത് ഈ മീഡിയം സ്കെയിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇഷ്യൂ ചെയ്ത ഷെയർസിനും ഡിബഞ്ചേഴ്സിനും അണ്ടർ റൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫേർഡ് പേയ്മെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് എന്തെങ്കിലും ഡെഫേർഡ് പേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഡെഫേർഡ് പേയ്മെൻറ്റ്സിന് ഗ്യാരണ്ടി നിൽക്കുക എന്നുള്ളത് SIDCയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. കൂടാതെ ഫീസിബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാൻ, ഇൻഡസ്ട്രിയൽ സർവേസ് നടത്താൻ, EDP പ്രോഗ്രാംസ് അതായത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടത്താൻ, കൂടാതെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തുക എന്നുള്ളതും കൂടി ഒരു ഒബ്ജക്റ്റീവാണ് ആരുടെ, SIDCയുടെ. പിന്നെ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുക. അതായത് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോടുകൂടി മീഡിയം അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് എന്ത് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുകൂടി ഒരു ഒബ്ജക്റ്റീവാണ്. കറൻ്റ്ലി 28 സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷനിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോക്കി, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് നോക്കി. നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ബാങ്ക്സിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു, ഓൾ ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് പിന്നെ സ്റ്റേറ്റ് ലെവൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷനാണ് അഗ്രികൾച്ചറൽ ബാങ്ക്സ്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് നിങ്ങൾക്ക് പേര് പോലെ തന്നെ, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനു വേണ്ടിയായിരിക്കും, പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചറാണ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ ബാങ്ക്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടേമും ലോങ് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയൊക്കെ ആയിരിക്കും, ലാൻഡ് പർച്ചേസ്, അതായത് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ പർച്ചേസിന് വേണ്ടി, അക്വിസിഷന് വേണ്ടി, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ്, അതായത് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നൊരു അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ കുറേ പൈസ വേണ്ടി വരും. അപ്പോൾ ലോങ് ടേം ലോൺസാണ് അവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയൊക്കെയാണ്, അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, കൂടാതെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, പിന്നെ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, ട്രാക്ടർ, ടില്ലർ, വലിയ അഗ്രികൾച്ചർ മെഷീനറീസൊക്കെ പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൂടി ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടി അഗ്രികൾച്ചർ ബാങ്ക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ലോങ് ടേം ലോൺസും ഷോർട്ട് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുക അഗ്രികൾച്ചർ പർപ്പസിന്. അപ്പോൾ ലോങ് ടേം ലോൺസ് എന്തിനൊക്കെയാണ്, അക്വിസിഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്, ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ലാൻഡിന് ഇമ്പ്രൂവ് ചെയ്യാൻ. മൂന്നാമത്തെ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ്. ഇനി
അഗ്രികൾച്ചർ ബാങ്ക്സ് ഷോർട്ട് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യും. എന്തിനൊക്കെയാണ്? സീഡ്സ് പർച്ചേസ് ചെയ്യാൻ, ഫെർട്ടിലൈസേഴ്സ് പർച്ചേസ് ചെയ്യാൻ, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, ഫാമേഴ്സിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അവരുടെ എല്ലാവരുടെയും ലാസ്റ്റ് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ അതൊക്കെ ക്യാഷൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷോർട്ട് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യും. എന്തിനും ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലെങ്കിൽ മിസ്ലേനിയസ് എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി അഗ്രികൾച്ചർ ബാങ്ക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മിക്കവാറും കോപ്പറേറ്റീവ് സെക്ടറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നബാർഡൊക്കെ തന്നെ കോപ്പറേറ്റീവ് സെക്ടർ റീജിയനിലാണ് ഇതിലാണ് വരുന്നത്. നബാർഡൊക്കെ നമ്മൾ നബാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് PACSനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അഗ്രികൾച്ചർ ബാങ്ക്സ് നോർമലി കോപ്പറേറ്റീവ് ബേസിലാണ്. എന്ന് വെച്ചാൽ മിക്കവാറും അഗ്രികൾച്ചറൽ ലാൻഡൊക്കെ റൂറൽ ഏരിയയിൽ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ കോപ്പറേറ്റീവ് യൂണിറ്റുകളിലൊക്കെ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക അഗ്രികൾച്ചർ ബാങ്ക്സ് ഫോം ചെയ്യുക. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ബേസ്ഡ് ഓൺ ഫംഗ്ഷനാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിന് വേറൊരു പേരും കൂടി പറയും ഫോറെക്സ് ബാങ്ക്. അതിൻ്റെ ഷോർട്ട് ഫോമാണ്, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഷോർട്ട് ഫോമാണ് ഫോറെക്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ഓർ ഫോറെക്സ് ബാങ്ക്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് നോർമലി നിങ്ങൾക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന ബാങ്കുകളെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകൾ എന്ന് പറയാം. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഹോം കറൻസി അല്ലാത്ത എല്ലാ കറൻസിയിലും ഡീൽ ചെയ്യുന്ന ബാങ്കുകളെയാണ് എന്ത് പറയുക? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്. അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ കറൻസി എന്ന് പറഞ്ഞാൽ റുപ്പിയാണ്. റുപ്പി അല്ലാത്ത എന്ത് ഡീൽ ചെയ്യുന്ന ബാങ്കുകളും ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കാണ്. അപ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ട്രേഡിനെ ഫിനാൻസ് ചെയ്യുക എന്നുള്ള കാര്യത്തിലാണ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫോറിൻ കറൻസീസ്, ഗോൾഡ് ആൻഡ് സിൽവർ. ഫോറിൻ കറൻസീസ് പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടേഴ്സിനും എക്സ്പോർട്ടേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പർച്ചേസും സെയിലും നടത്തുന്നത്. അതായത് ഒരു ഇമ്പോർട്ടർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഡീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനർ ആയിരിക്കും, ഒരു ഫോറിൻ കൺട്രിയിലുള്ള ആളായിരിക്കും. അപ്പോൾ അവരുടെ കറൻസിയിലോ അല്ലെങ്കിൽ ഡോളറിലൊക്കെ ആയിരിക്കും ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിൽ ഇമ്പോർട്ടർ എന്ത് കൊടുക്കും? അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള റുപ്പി ഡിനോമിനേഷൻ കൊടുക്കും. അതിന് പകരം ഫോറക്സ് അതല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും. ഇപ്പോൾ ഡോളറിലാണെങ്കിൽ ഡോളർ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡോളർ കിട്ടും. അതായിരിക്കും നമ്മൾ ഔട്ട്സൈഡ് ദ കൺട്രി, അതായത് ഫോറിൻ ഡീലർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ടറുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ അമേരിക്കയിലോട്ട് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് എന്തായിരിക്കും? ചിലപ്പോൾ ഡോളറായിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഡോളർ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ഡോളർ എക്സ്പോർട്ടർ എന്ത് ചെയ്യും? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിൽ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യും. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഡിനോമിനേഷനുള്ള കറൻസി മേടിക്കും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യും, സെല്ല് ചെയ്യും. കൂടാതെ ഗോൾഡ് ആൻഡ് സിൽവറും പർച്ചേസും സെല്ലും ചെയ്യും. കൂടാതെ സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ്, കളക്ട് ആൻഡ് ഡിസ്കൗണ്ട് ഫോറിൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഫോറിൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യും, കളക്ട് ചെയ്യും, കൂടാതെ ഡിസ്കൗണ്ടും ചെയ്യും. നമ്മൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നൊക്കെ കഴിഞ്ഞാണ് ബാങ്കിങ്ങിലൊക്കെ പഠിച്ചാണ്. അപ്പോൾ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യും, കളക്ട് ചെയ്യും, ഡിസ്കൗണ്ട് ചെയ്യും. ഓക്കെ. ഇനി ഫോറിൻ റെമിറ്റൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഫോറിൻ അക്കൗണ്ടിൽ ഒരു എന്താ പറയുക റെമിറ്റൻസ് ഇൻ കറൻസി, ഫോറിൻ കറൻസിയിൽ റെമിറ്റൻസ് നടത്താൻ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഇഷ്യൂ ലെറ്റർ ഓഫ് ക്രെഡിറ്റർ ടു ഇമ്പോർട്ടേഴ്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാൻ ആര് സഹായിക്കും? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് സഹായിക്കും. കൂടാതെ ഗീവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫോറിൻ ട്രേഡ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ഫോറിൻ ട്രേഡിന് സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു സർവീസും കൂടി ആര് കൊടുക്കും? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്. ആറാമത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഷ്യൂ ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് നിങ്ങൾക്കറിയാം, അതായത് ഫോറിൻ യാത്രയൊക്കെ പോകുമ്പോൾ ക്യാഷായിട്ട് കൊണ്ടുപോകാതിരിക്കാൻ ട്രാവലേഴ്സ് ചെക്ക് ബാങ്കുകൾ കൊടുക്കും അല്ലേ. അത് കൊടുക്കാൻ എന്ത് സഹായിക്കും? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകൾ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് പഠിച്ചു. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ: കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഓർ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, മൂന്നാമത്തെ അഗ്രികൾച്ചർ ബാങ്ക്സ്, നാലാമത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്സ്. ഓക്കെ, ഇത്രയും നോക്കുക. താങ്ക് യു.